ഓം നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 26. അപ്പോൾ വീണ്ടും ജരാസന്ധ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. തൻ്റെ സ്നേഹിതനായ ശൃഗാലനെ വധിച്ച വൃത്താന്തമറിഞ്ഞ് ജരാസന്ധൻ പിന്നെയും പടകൂട്ടി യുദ്ധത്തിനായി മധുരാപുരിയിലെത്തി. അപ്പോൾ നടന്ന പോരിലും പരാജയമാണ് മഗധന് സിദ്ധിച്ചത്. എന്നിട്ടും അവൻ അടങ്ങിയില്ല. എങ്ങനെയും കൃഷ്ണനെ നിഗ്രഹിച്ച് മധുര വീണ്ടെടുക്കണമെന്നുള്ള തീക്ഷ്ണമായ വൈരാഗ്യത്തോടെ ആ മന്നവൻ തുടരെ 17 തവണ മധുരയെ ആക്രമിച്ചു. ആ 17 തവണയും മഗധൻ ദയനീയമായി പരാജയപ്പെട്ടു. ഈ 17 യുദ്ധങ്ങളിലും കൂടി ജരാസന്ധന്റെ 391 അക്ഷൗഹിണി പടകളാണ് നാശമടഞ്ഞത്. അടുത്തത് അക്രൂര ദൗത്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അക്കാലത്ത് പിതൃ സോദരിയായ കുന്തിദേവി ഭർത്താവായ പാണ്ഡു കാട്ടിൽ വെച്ച് മരിച്ചു പോയതിനാൽ 5 മക്കളോടും കൂടി നിസ്സഹായയായി ഹസ്തിനപുരിയിൽ വന്ന് താമസിക്കുന്നുണ്ടെന്ന് കൃഷ്ണൻ അറിയാനിടയായി. ഒരു ദിവസം ബലരാമനോടും ഉദ്ധവരോടും കൂടി ഉൽപ്പലാക്ഷൻ അക്രൂരനെ ചെന്ന് കണ്ട് അവരുടെ ക്ഷേമാദികൾ അന്വേഷിച്ചു വരാനായി ഹസ്തിനപുരിയിലേക്ക് പറഞ്ഞയച്ചു. ഗാന്ധിനി തനയൻ തൽക്ഷണം തന്നെ സ്യന്തനത്തിൽ കയറി ഹസ്തിനപുരം രാജധാനിയിലെത്തി. അന്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവിനെയും, അതായത് മരിച്ചുപോയ പാണ്ഡുവിൻ്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹത്തിൻ്റെ പത്നിയും രാജ്ഞിയുമായ ഗാന്ധാരിയെയും, പിതാമഹനായ ഭീഷ്മരെയും, ഇളയച്ചൻ്റെ സ്ഥാനമുള്ള വിദുരരെയും, ആചാര്യനായ കൃപരെയും, യുവരാജാവായ ദുര്യോധനെയും, സഖിയായ കർണനെയും കണ്ട് കുന്തിയുടെയും മക്കളുടെയും കുശലങ്ങൾ അന്വേഷിച്ചു. അന്ന് യുവരാജാവായിരുന്ന ദുര്യോധനന് ഏതാണ്ട് 16 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവരിൽ നിന്നും ലഭിച്ച മറുപടി അക്രൂരന് സന്തോഷജനകമായിരുന്നില്ല. തന്മൂലം അദ്ദേഹം ദുഃഖാർത്ഥിയായി കഴിഞ്ഞുകൂടുന്ന കുന്തിദേവിയെ ചെന്ന് കണ്ടു. അക്രൂരന് വസുദേവരുടെ ഒരു ഇളയ സഹോദര സ്ഥാനമുണ്ടായിരുന്നത് കൊണ്ട് കുന്തിക്കും അദ്ദേഹം ഒരു സോദരനായിരുന്നു. അക്രൂരനെ ആദരിച്ചിരുത്തിയ ശേഷം കുന്തി കുശലം അന്വേഷിച്ചു. അച്ഛനും സഹോദരന്മാർക്കും ബന്ധുജനങ്ങൾക്കുമൊക്കെ സൗഖ്യമല്ലേ? മനോദുഃഖത്തോടു കൂടി കഴിയുന്ന എന്നെ നിങ്ങളെല്ലാവരും മറന്നു. എനിക്ക് നിങ്ങളെ ആരെയും മറക്കാൻ കഴിയുന്നില്ല. എൻ്റെ വിധി ഇങ്ങനെയായി. ഞങ്ങളിവിടെ വളരെ ദുഃഖത്തിൽ കഴിയുകയാണ്. രാജാവായ ധൃതരാഷ്ട്രർക്ക് ഞങ്ങളിൽ അല്പം കരുണയുണ്ടെങ്കിലും പുത്രന്മാരായ ദുര്യോധനാദികൾക്ക് ഞങ്ങളിൽ തെല്ലും സ്നേഹമില്ല. പിതാമഹനായ ഭീഷ്മരുടെ സഹായമേ ഞങ്ങൾക്കിപ്പോഴുള്ളൂ. അദ്ദേഹത്തിന് രാജാധികാരമില്ലാത്തതിനാൽ കാര്യമായൊന്നും ചെയ്യാനും കഴിയുന്നില്ല. അതിരിക്കട്ടെ, ജ്യേഷ്ഠന്റെ ഇളയ മകൻ കൃഷ്ണൻ ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? എൻ്റെ അർജുനനേക്കാൾ 6 മാസത്തേക്ക് അവൻ മൂത്തതാണ്. അവൻ്റെ അത്ഭുത മഹാത്മ്യങ്ങളെക്കുറിച്ച് പലരും വാഴ്ത്തി പറയുന്നത് കേൾക്കാറുണ്ട്. ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ആ മോഹമൊക്കെ ഇനി എന്ന് സാധിക്കാനാണ്? ക്രൂരനപ്പോൾ സമാധാനപ്പെടുത്തി, സോദരി, ഒട്ടും മനസ്താപപ്പെടേണ്ട. നിങ്ങളുടെ ക്ഷേമാദികൾ അന്വേഷിക്കുവാൻ ആ കൃഷ്ണനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മർത്യവേഷം കൊണ്ട് സാക്ഷാൽ ജഗദീശ്വരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് എല്ലാം മംഗളമായി അവസാനിക്കും. കംസനെ വധിച്ചതുകൊണ്ട് അവൻ്റെ ശശൂരനായ ജരാസന്ധൻ എന്നും കൃഷ്ണനുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ ഇങ്ങോട്ട് വരാതിരുന്നത്. എല്ലാം ശാന്തമാകുമ്പോൾ അദ്ദേഹം വന്ന് നിങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കും. ദുഷ്ടന്മാരായ ദുര്യോധനാദികൾക്കും അദ്ദേഹം ഒരു കാലനാണ്. ജ്യേഷ്ഠത്തി ധരിച്ചുകൊള്ളൂ. ഇപ്രകാരം കുന്തിയെ സമാധാനപ്പെടുത്തിയത് ശേഷം അക്രൂരൻ വീണ്ടും ധൃതരാഷ്ട്രരെ ചെന്ന് കണ്ട് കുന്തിയുടെയും കുട്ടികളുടെയും കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൃഷ്ണൻ പറഞ്ഞയച്ചിരിക്കുന്നു എന്നുള്ള വിവരം അദ്ദേഹത്തെ ധരിപ്പിച്ചു. മധുരാപുരിയിലെത്തി ഹസ്തിനപുരിയിൽ നിന്ന് ഗ്രഹിച്ച സർവ്വ വിവരങ്ങളും ദേവകി വസുദേവന്മാരെയും രാമകൃഷ്ണന്മാരെയും മറ്റു ബന്ധുജനങ്ങളെയും അക്രൂരൻ യഥാകാലം അറിയിച്ചു. ഈ ജരാസന്ധൻ 18ാമത്തെ തവണയും സമരസന്നദ്ധനായി വലിയ സൈന്യ സമൂഹത്തോടുകൂടി മഗധയിൽ നിന്നും പുറപ്പെട്ടു. ഒന്നുകിൽ മധുര പിടിച്ചടക്കുക, അല്ലെങ്കിൽ അത് പൂർണ്ണമായി നശിപ്പിക്കുക.
എന്നുള്ളതായിരുന്നു യുദ്ധപ്പുറപ്പാടിൽ ജരാസന്ധന്റെ ഒരു തീരുമാനം. മധുരയുടെ അവകാശികൾ കംസപുത്രന്മാരാണ്, അവർക്കത് കിട്ടണം, കിട്ടിയേ കഴിയൂ. അത് മഗധന്റെ നിശ്ചയമായിരുന്നു. യവനാധിപനായ ഒരു ദുഷ്ട മ്ലേച്ഛ രാജൻ ജരാസന്ധനുമായി യുദ്ധത്തിനുള്ള അവസരം പാർത്തിരിക്കുന്ന കാലമായിരുന്നു അത്. മഗധന്റെ ഏറ്റവും വലിയൊരു ശത്രുവായിരുന്നു ആ യവനൻ. നാരദമുനി ഈ വിവരം അറിഞ്ഞ് ഒരു ദിവസം യവന രാജധാനിയിൽ ചെന്ന് യവനനോട് പറഞ്ഞു, ഹേ മഹാബാഹോ, ഞാൻ നാരദമുനിയാണ്. അങ്ങയുടെ കീർത്തിദാവല്യം ലോകമെങ്ങും പരന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള മഹാപുരുഷനായ അങ്ങയെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ്. മഗധാധിപനായ ജരാസന്ധൻ അങ്ങയുടെ ഒരു വൈരിയാണെന്നും ഞാൻ അറിഞ്ഞു. അവനുമായി യുദ്ധം ചെയ്യാൻ അങ്ങ് ഒരുങ്ങിയിരിക്കുകയാണെന്നും ഞാൻ ഗ്രഹിച്ചു. ലോക ജേതാവാണെന്ന് അഹങ്കരിച്ച് നടക്കുന്ന അവനെ സംഹരിക്കുവാൻ ഈ ലോകത്തിൽ അങ്ങയെക്കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും സാധ്യമല്ല. പ്രധാനമായും ഈ കാര്യം കൂടി അങ്ങയെ ധരിപ്പിക്കണമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഒരു നല്ല അവസരം സമാഗതമായിട്ടുണ്ട്. ജരാസന്ധനുമായി സങ്കരം ചെയ്യാൻ അങ്ങ് മഗധത്തിലേക്ക് പോകണമെന്നില്ല. അവർ മധുരാപുരി ആക്രമിക്കുവാനായി അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. അവന്റെ എതിരാളി ആരാണെന്നറിയാമോ? അങ്ങ് ചിരിക്കരുത്. കഷ്ടിച്ച് 15 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു ചെറുക്കൻ. കൃഷ്ണനെന്നാണ് എല്ലാവരും അവനെ വിളിക്കുന്നത്. അവൻ വിഷ്ണുവാണ് പോലും. വിഡ്ഢിത്തം പറഞ്ഞ് അവനും ഞെളിയുകയാണ് കേട്ടോ. മഹാപ്രഭു, ജരാസന്ധൻ പ്രായം കൂടിയ ഒരു മഹാവിഡ്ഢി, കൃഷ്ണൻ പ്രായം കുറഞ്ഞ ഒരു പമ്പരവിഡ്ഢി. അത്രയ്ക്കേ അവർ തമ്മിൽ വ്യത്യാസമുള്ളൂ. ആയതിനാൽ അങ്ങ് പടയുമായി ഇപ്പോൾ മധുരാപുരിയിൽ ചെന്നാൽ ആ മഗധനെയും കൃഷ്ണനെയും ഒപ്പം തോൽപ്പിച്ച് മഗധവും മധുരയും ഒന്നിച്ച് കൈവശപ്പെടുത്താം. ഒരമ്പിന് 2 പക്ഷികളെ വീഴ്ത്താം. ഈ വിധം പറഞ്ഞ് വിധിസുതൻ അവിടെ നിന്നും യാത്രയായി. നാരദവാക്യം യവന നായകൻ വിശ്വസിച്ചു. കൃഷ്ണൻ വിഷ്ണുവാണെങ്കിൽ അവന്റെ വിഷ്ണു പ്രഭാവം ഇപ്പോൾ തന്നെ അടക്കണം. വിഷ്ണു വഞ്ചകനായ ആ കപട നാമധാരിയെ ഇന്നോടെ അവസാനിപ്പിക്കണം. അപ്പോഴത്തേക്ക് മഗധനും വന്നു ചേരും. അവിടെ വെച്ച് അവനെയും ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റണം. യവനാധിപത്യം ഇവിടെ പുലരണം. ഇപ്രകാരം ചിന്തിച്ചുറച്ചുകൊണ്ട് യവനൻ തന്റെ 5 ലക്ഷം മ്ലേച്ഛപ്പടയുമായി നേരെ മധുരാപുരിയിലേക്ക് തിരിച്ചു. ഈ വിവരം കൃഷ്ണൻ അറിഞ്ഞു. അദ്ദേഹം ആലോചിച്ചു, യവനൻ തന്റെ വമ്പിച്ച പടയുമായി ഉടനെ ഇവിടെ എത്തും. 2 ദിവസം കഴിയുമ്പോൾ മഗധനും വന്നു ചേരും. പിന്നെ ഉണ്ടാകുന്ന കലാപം അതിദാരുണവും ഭീകരവുമായിരിക്കും. യാതൊരായുധത്താലും യവനൻ വധ്യനല്ല. അങ്ങനെ ഒരു വരം അവനുണ്ട്. ജരാസന്ധൻ യുദ്ധത്തിന് വരുന്നതിൽ കുറച്ച് ന്യായമുണ്ട്. അവന്റെ പുത്രികളുടെ ഭർത്താവാണ് കംസൻ. അദ്ദേഹത്തിന്റെ മരണശേഷം ഈ രാജ്യത്തിന് അവകാശികൾ ആ പുത്രന്മാരാണ്. അവർക്കത് നൽകാതെ മറ്റുള്ള യാദവന്മാർ വന്ന് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് ന്യായമല്ല, ധർമ്മമല്ല. അതിനുവേണ്ടി മഗധൻ യുദ്ധം ചെയ്യുന്നതിൽ തെറ്റു പറയാനില്ല. ധർമ്മം നിലനിർത്താൻ പിറന്ന ഞാൻ അധർമ്മത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ലാത്തതാണ്. ആയതിനാൽ ഇനി യുദ്ധമൊന്നും ആവശ്യമില്ല. ജരാസന്ധൻ രാജ്യം കംസപുത്രന്മാർക്കായി വീതിച്ചു കൊടുത്തുകൊള്ളട്ടെ. എൻ്റെ മാതുലപുത്രന്മാരാണ് അവർ. അതും ഞാൻ ഗണിക്കണം. യവനൻ നശിക്കുകയും വേണം. പശ്ചിമ സമുദ്രത്തിൽ ഒരു പുതിയ ദ്വീപുണ്ടാക്കി അതൊരു മനോഹര പുരമാക്കി ചമച്ച് യാദവന്മാരെ മുഴുവനും മധുരാപുരിയിൽ നിന്നും ആരും അറിയാതെ ആ നഗരിയിലേക്ക് മാറ്റണം. ജരാസന്ധൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഉഗ്രസേന പക്ഷക്കാരായ ഒരു യാദവനെ പോലും ഇവിടെ കാണരുത്. അവനെ പേടിച്ച് എല്ലാവരും തോറ്റോടി എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്ന് അവൻ ഡംബു പറയും. പറഞ്ഞുകൊള്ളട്ടെ, അവനത് പറയണം. പ്രവർഷണത്തിന്റെ അഗ്രത്തിൽ നിന്നുകൊണ്ട് പശ്ചിമ സമുദ്രത്തിൽ ഒരു സ്ഥാനം ഞാൻ നേരത്തെ കണ്ടുറപ്പിച്ചിട്ടുണ്ട്. അടുത്തത് ദ്വാരകയുടെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് പറയുന്നത്. പശ്ചിമ സാഗരത്തിൽ കുശസ്ഥലി എന്നൊരു ദ്വീപും അതിലേക്ക് വൻകരയിൽ നിന്നും കടക്കുവാൻ 1 യോജന ദൈർഘ്യമുള്ള ഒരു സേതുവും പണ്ടുണ്ടായിരുന്നു. കാലാന്തരത്തിൽ ആ ദ്വീപ് ഒരു മനോഹര നഗരിയായി രൂപം പ്രാപിച്ചു. അതിൻ്റെ അധിപനായിരുന്ന ആനർത്ത മന്നവനും വരുണനും തമ്മിൽ ഒരു കലഹമുണ്ടായി. തൽഫലമായി പാശി ആ നഗരം മുഴുവനും പാരാവാരത്തിൽ മുക്കിക്കളഞ്ഞു. അത് ഉയർത്തി അവിടെ ഒരു പുതിയ നഗരം സൃഷ്ടിക്കുവാനാണ് ഭഗവാൻ തിരുവുള്ളത്തിൽ ഉറച്ചത്. ശത്രുക്കൾ ആരെങ്കിലും ആ സേതുവിൽ ചവിട്ടിയാൽ അത് ഉടനെ വെള്ളത്തിൽ താഴ്ന്നു പോകും.
അങ്ങനെ ഒരു ശാപവും ആ സേതുവിനുണ്ട്. ആയതിനാൽ അവിടെ ഒരു പുരം സ്ഥാപിച്ചാൽ ശത്രുക്കളുടെ ശല്യവും ഉണ്ടാകുന്നതല്ല. ഇതെല്ലാം ആലോചിച്ച് ഇന്ദിരാവല്ലഭൻ തന്റെ ഇംഗിതം ജ്യേഷ്ഠനെ ധരിപ്പിച്ചു. അത് കേട്ടപ്പോൾ ബലരാമനും വളരെ സന്തോഷമായി. തൽക്ഷണം തന്നെ രണ്ടുപേരും കൂടി നേരെ പശ്ചിമാർണവത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി വാരിജനേത്രൻ വരുണനെ മനസ്സിൽ ധ്യാനിച്ചു. ഉടൻ തന്നെ ജലാധിപൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ബാലമുരളി തന്റെ ആഗ്രഹം വരുണനെ ധരിപ്പിച്ച മാത്രയിൽ അദ്ദേഹം ആ ദ്വീപിനെയും സേതുവിനെയും മൂടിക്കടന്ന വെള്ളം പിൻവലിച്ച് കരയാക്കി തീർത്തു. കൃഷ്ണൻ രാമനും ഒരുമിച്ച് സേതുവിൽ കൂടി നടന്ന് ദ്വീപിൽ പ്രവേശിച്ച് ദേവശില്പിയായ വിശ്വകർമാവിനെ മനസ്സിൽ ചിന്തിച്ചു. ഉത്തരക്ഷണത്തിൽ ആ ശില്പിപ്രവരൻ ജഗൽപതിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തൊഴുതു വന്ദിച്ചുകൊണ്ടു നിന്നു. വിശ്വൈകനാഥനായ ഭഗവാൻ ശ്രീ വാസുദേവൻ വിശ്വകർമാവിനെ തന്റെ ആഗ്രഹം ധരിപ്പിച്ചു. ഉടനെ ഒരു നല്ല മംഗള മുഹൂർത്തം നോക്കി ദേവശില്പി നഗര നിർമ്മാണ ജോലിയും സമാരംഭിച്ചു. 10 യോജന നീളവും 10 യോജന വീതിയും ഒത്തിണങ്ങി സമചതുരാകൃതിയിലുള്ള ആ മനോഹര മരതക ദ്വീപിനു ചുറ്റും ഉയർന്ന കരിങ്കൽ കോട്ടയും അതിനുള്ളിൽ 4 സ്വർണ്ണ ഗോപുരങ്ങളോട് കൂടിയ 7 ഉപദുർഗങ്ങളും അങ്ങനെ 28 കമനീയ കാഞ്ചന ഗോപുരങ്ങളും ആ ഗോപുരങ്ങളുടെ മുകളിൽ നവരത്ന ഖചിതങ്ങളായ രമണീയ മണിമകുടങ്ങളും ശില്പവൈചിത്ര്യം തികഞ്ഞ അനവധി മണിഹർമ്മ്യങ്ങളും പരസഹസ്രം ചേതോഹരങ്ങളായ മറ്റ് ഗൃഹങ്ങളും രത്നവിരാജിതങ്ങളായ രമണീയ രാജമന്ദിരങ്ങളും ഇന്ദ്രനീലക്കല്ലുകളാൽ പടുത്തുയർത്തപ്പെട്ട ഉന്നത രമ്യ സൗധങ്ങളും മതിമോഹന സുവർണ വർണ്ണ ശബളിതങ്ങളായ മണിമണ്ഡപങ്ങളും തങ്കത്തകിടുകൾ പാകിയ അങ്കണങ്ങളും വിചിത്ര വിശാല നൃത്തശാലകളും കൗമല്യം തുളുമ്പുന്ന കേളീഗൃഹങ്ങളും സ്നാനഘട്ടങ്ങളും വിസ്താരമേറിയ ഭോജനശാലകളും അതിനനുസരിച്ചുള്ള മഹാനസങ്ങളും മന്ത്രിമന്ദിരങ്ങളും ആനപ്പന്തികൾ, കുതിരപ്പന്തികൾ, രഥശാലകൾ, ഭടജനവാസ മന്ദിരങ്ങൾ, ആപണവീഥികൾ, രാജപാതകൾ, ബ്രാഹ്മണാലയങ്ങൾ, നിർമ്മല ജലം ഉൾക്കൊള്ളുന്ന സരസുകൾ തുടങ്ങിയവകളും സർവത്ര കുസുമ സഞ്ചയങ്ങളോട് കൂടിയ വൃക്ഷലതാദികളും നന്ദനാരാമം നമിക്കുന്ന പൂവനങ്ങളും ഭഗവാനിരിക്കാനുള്ള 7 നില സുവർണ മണിമാളികയും ആസ്ഥാന മണ്ഡപവും കാര്യവിചാര മണ്ഡപശാലയും രമണീയ സഭാതലവും അന്തഃപുര മണിമന്ദിരങ്ങളും രത്നവിരാജിത തൽപ്പങ്ങളും ഹംസതൂലിക ശയ്യകളും പതാകകൾ പാറിക്കളിക്കുന്ന സ്വർണധ്വജങ്ങളും ഇങ്ങനെ 100,000 അത്ഭുതാവഹങ്ങളായ ചേതോഹര ചൈതന്യ ശില്പങ്ങൾ വിശ്വകർമാവ് അരയാമം കൊണ്ട് അവിടെ ചമച്ചു. ഭഗവാന്റെ മായാ വൈഭവത്താലാണ് അതെല്ലാം അത്ര വേഗം അവിടെ ഉണ്ടായത്. പക്ഷെ ലോകദൃഷ്ടിയിൽ വിശ്വകർമാവ് അതിൻ്റെ ഒരു കർത്താവായി നിന്നു എന്ന് മാത്രം. പരമാത്മാവിനെ ദർശിക്കാനുള്ള ദ്വാരം എന്നുള്ള അർത്ഥം ധ്വനിക്കുമാറ് ദ്വാരക എന്ന നഗരിക്ക് നരകാരി നാമവും നൽകി. സർവത്ര കാഞ്ചനമയമായ പുരം അങ്ങനെ ചമച്ചതിനു ശേഷം ദേവശില്പി ദേവദേവന്റെ അനുഗ്രഹാശസ്സുകളും വാങ്ങി അന്തർധാനം ചെയ്തു. അനന്തരം കൃഷ്ണൻ ജ്യേഷ്ഠനും ഒരുമിച്ച് മധുരയിൽ വന്ന് അവിടെയുള്ള സ്ത്രീ പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ സർവ്വ യാദവന്മാരെയും ചതുരംഗസേന സമൂഹത്തെയും സ്വർണ്ണ രത്നാദികൾ തുടങ്ങിയ ഭണ്ഡാകാരങ്ങളെയും ആരുമറിയാതെ ഗൂഢമായി രാത്രിക്ക് രാത്രി ദ്വാരകയിലേക്ക് രഥങ്ങളിൽ കയറ്റി അയച്ചു. പുറകെ കൃഷ്ണനും അവിടെ എത്തി. തങ്ങൾക്കിഷ്ടമുള്ള ഗൃഹങ്ങൾ തിരഞ്ഞെടുത്ത് താമസിച്ചു കൊള്ളുവാൻ അദ്ദേഹം അവർക്ക് അനുവാദം കൊടുത്തു. ഓരോരുത്തരും അവരുടെ സ്ഥാനമനുസരിച്ചുള്ള മന്ദിരങ്ങൾ തിരഞ്ഞെടുത്ത് താമസമുറപ്പിച്ചു. മധുരയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ തങ്ങൾക്കുള്ള വസ്ത്ര ധനാദി സമ്പത്തുകൾ സർവവും അവർ കൊണ്ടുപോന്നു. ബ്രാഹ്മണാലയങ്ങളിൽ അന്തണരും ക്ഷത്രിയ മന്ദിരങ്ങളിൽ യാദവ ക്ഷത്രിയരും സന്തുഷ്ടരായി പ്രവേശിച്ചു. ഹരിപുരം കണ്ട് ഭക്തിപൂർവം പുരന്തരൻ മറ്റുള്ളവർക്ക് അദൃശ്യനായിട്ട് പ്രത്യക്ഷപ്പെട്ട് പാരിജാത പരിമള മിളിതമായ സുധർമ്മ എന്ന ദേവസഭാതലം ദേവകീനന്ദനന് പാരിതോഷികമായി നൽകി. സുധർമ്മയിൽ വാഴുന്നവർക്ക് മരണഭീതി ഉണ്ടാകുന്നതല്ല എന്നുള്ളതാണ് അതിനുള്ള പ്രത്യേക വൈശിഷ്ട്യം. വരുണൻ വായുവേഗതയുള്ള 1000 വെള്ളക്കുതിരകളെയും ദിക്പാലകനും ഭക്തനുമായ വൈശ്രവണൻ 8 ഭാരം നിധിയും പാരിതോഷികമായി പരമപുരുഷന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു.
അങ്ങനെ എല്ലാ ദിക്പാലകന്മാരും ഓരോരോ വിശിഷ്ട സാധനങ്ങൾ വിഷ്ടപേശന്റെ ചരണകമലങ്ങളിൽ തിരുമുൽ കാഴ്ചയായി സമർപ്പിച്ചു. എല്ലാം സ്വീകരിച്ച് എല്ലാവരെയും വേണ്ടവണ്ണം അനുഗ്രഹിച്ചയച്ചതിനു ശേഷം മല്ലാരി ഒന്നുമറിയാത്ത മട്ടിൽ മധുരാപുരിയിൽ മടങ്ങി വന്നു. അപ്പോഴത്തേക്ക് യവനനും അവൻ്റെ 5 ലക്ഷം പടയുമായി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ബാക്കി നമുക്ക് നാളെ പറയാം.